ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോപ്പി9. ഞാൻ അഭിജിത്ത്. അപ്പത്തേ നമ്മുടെ പുതിയ അക്വറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ അക്വറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ മുകളിൽ ലിങ്ക് വന്നിട്ടുണ്ടാവും, കയറി കണ്ടോളൂ. അപ്പൊ ഇന്ന് എന്താ വന്നതെന്ന് വെച്ചാല് നമ്മള് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഓവർഫ്ലോ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അക്വറിയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഓവർഫ്ലോ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയത് അക്രാലിക് ഷീറ്റിലാണ്. 3 mm തിക്നെസ് വരുന്ന അക്രാലിക് ഷീറ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഈ സംഭവം ഇവിടുന്ന് പർച്ചേസ് ചെയ്തതെന്നും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഷീറ്റ് ഇവിടുന്ന് വാങ്ങിച്ചത് നോക്കാം. ഷീറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ വന്ന കടയുടെ ലൊക്കേഷൻ വരുന്നത് മുരിങ്ങൂരാണ്. തൃശ്ശൂർ നിന്ന് അങ്കമാലി സൈഡിൽ പോകുമ്പോൾ മുരിങ്ങൂർ ഹൈവേയുടെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. അതുവഴി നേരെ പോയി ഈ കടയിലെത്താം. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ കടയിൽ തന്നെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റു കടയിൽ ഞാൻ ചോദിച്ചപ്പോൾ താരതമ്യേന ഇവിടെയായിരുന്നു റേറ്റും കുറവ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള 3mm ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓവർഫ്ലോ ബോക്സിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ വരച്ച് ആൾക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഡ്രോയിങ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് തരാമെന്ന് ഉറപ്പ് കിട്ടിയോണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോയത്. പിന്നെ ഈ ഷീറ്റിൻ്റെ തിക്നെസ് ആക്ച്വലി 3mm അല്ല, 2.7mm ആണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കട്ടിങ് മെഷർമെൻറ്റ് എടുക്കാൻ. അപ്പോൾ ഈ ബോക്സിൻ്റെ സ്ലോട്ട് കട്ട് ചെയ്യുന്നത് പക്ക റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല, അതിൻ്റെ 2 എൻഡും കർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരുന്ന സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ബോക്സിന് നല്ല ഉറപ്പ് കിട്ടാനായിട്ട് കോർണറിൽ വെക്കാൻ കുറച്ച് വേസ്റ്റ് പീസും കൂടി ഞാൻ വാങ്ങിച്ചായിരുന്നു. ആക്ച്വലി ഈ ഷോപ്പ് ഗിഫ്റ്റും മെമൻറ്റോസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ റേറ്റ് കുറവിന് ചെയ്തു തരും. പിന്നെ ഓവർഫ്ലോ ബോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ ഇവിടെ വന്നാൽ മതി. ഗിഫ്റ്റ് കൊടുക്കാനല്ലേ? വെഡിങ് ആനിവേഴ്സറി ലൈറ്റ് വരില്ലേ? ഞാൻ സുരഭിയിലെ ഫുഡിന്റെ അവിടെ അപ്പോൾ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് കിട്ടിയത് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. ഈ ഒട്ടിക്കണതിന് മുമ്പേ ഇതിൻ്റെ കോർണറിൽ, അതായത് പശ വരുന്ന സൈഡിലുള്ള പേപ്പർ നമ്മൾ വലിച്ചു മാറ്റി കളയണം. നമ്മുടെ അക്വേറിയം ഒട്ടിച്ച ക്ലാമ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഒട്ടിക്കാൻ പോകുന്നത്. സാധാരണ അക്രൈലിക് ഷീറ്റ് ഒട്ടിക്കുന്നത് അക്രൈലിക് സോൾവെന്റ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പശ എന്ന് പറയുന്നത് അറാൾഡൈറ്റ് ആണ്. പലരും സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാറുണ്ട്. ഞാനത് പ്രിഫർ ചെയ്യില്ല. കാരണം എങ്ങാനും ഒന്ന് മാറിപ്പോയോ, കാരണം ഇത്രയും തിക്നെസ് ഉള്ളൂ, 2.7mm തിക്നെസ് ഉള്ള ഷീറ്റാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. എങ്ങാനും മാറിപ്പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അറാൾഡൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അറാൾഡൈറ്റ് വളരെ തിന്നായിട്ടാണ് കോർണറിൽ, അതായത് ബോണ്ടിങ് സർഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്യണം. തിന്നായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ വൃത്തികേടായും കാണാനായിട്ട്. നമ്മൾ അക്വേറിയം ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ബേസ് അടിയിൽ വരും, എന്നിട്ട് ബേസിൻ്റെ ഓരോ സൈഡിലേക്കും സൈഡ് പീസസ് പിന്നെ ഫ്രണ്ട് പീസും ചേർത്ത് വയ്ക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്തേക്കണം. അപ്പോൾ കോർണർ പീസസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസും സൈഡിലെ പീസുമാണ് അറ്റാച്ച് ചെയ്തത്. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ബേസാണ്. അപ്പോൾ ബേസിൻ്റെ എഡ്ജസിൽ നല്ല തിന്നായിട്ട് അറാൾഡൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കി വരുന്ന സൈഡും ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്ട്രിപ്പ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയതല്ല, ആൾ ഫ്രീ ആയിട്ട് തന്നതാണ്. അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 hours വെയിറ്റ് ചെയ്യുക. ഹെറാൾഡായിട്ട് ഉണങ്ങാൻ അത്രയും സമയം വേണം. അപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മൾ സിലിക്കോൺ അടിക്കാൻ പോവാണ്. സിലിക്കോൺ അടിക്കുന്നതിന് മുമ്പ് കോർണറിലുള്ള ആ പേപ്പർ സിലിക്കോണിൻ്റെ ബീഡിനനുസരിച്ച് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം. എൻ്റെ അക്വോറിയം ഒട്ടിച്ച സിലിക്കോൺ ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിലിക്കോൺ വെച്ച് ഒട്ടിക്കുന്നത്. ഇത് എക്സ്ട്രാ ക്ലിയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ക്ലിയർ ഒട്ടിച്ചുകൊണ്ട് ഒരു ഭംഗി കുറവുണ്ട്, പക്ഷെ ഇതൊന്നും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല. ഇനി സാൻഡ് പേപ്പർ വെച്ചിട്ട് എഡ്ജ് ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആ സൈഡിലെ സ്റ്റിക്കർ ഇളക്കി മാറ്റാം. ഞാൻ ഓൾറെഡി പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അറേഞ്ചിൻ്റെ പൈപ്പ് കടന്നു പോകാൻ ഭാഗത്തിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബോക്സ് വെച്ചേക്കണത്. അപ്പോൾ അവിടെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. നമ്മൾ ചെയ്ത മാർക്കിംഗ് ശരിയാണോ എന്നറിയാൻ വേണ്ടി വാട്ടർ ലെവൽ ചെക്ക് ചെയ്തു. അപ്പോൾ അത് കറക്റ്റാണ് കിട്ടിയത്. അപ്പോൾ ബോക്സ് ഒട്ടിക്കാൻ പോകുന്ന സർഫസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ബോക്സിൽ സിലിക്കോൺ ബീഡ് അപ്ലൈ ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ബലം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഹെറാൾഡൈറ്റ് യൂസ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിവിടെ എന്താ മിസ്റ്റേക്ക് വരുത്തിയെന്ന്. നമ്മളൊരു ഭാഗത്ത് സ്റ്റിക്കർ മാത്രമേ റിമൂവ് ആക്കിയിട്ടുണ്ടായുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുകയായിരുന്നു. ഇത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് മാറ്റിയില്ലെങ്കിലും കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സിലിക്കോൺ വലിച്ചു വിടേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് മാറ്റിയാലും മതിയായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ മാറ്റിയിരുന്നില്ല. ഇപ്പം ഞാനൊരു വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയൊരു ബാറ്ററി ഉണ്ടായിരുന്നു. വല്ലാണ്ട് വെയിറ്റുള്ള വെക്കരുത് കേട്ടോ. 3mm ഗ്ലാസ്സാണ്, പൊട്ടിപ്പോകും. അപ്പം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ആ സിലിക്കോൺ ബീഡ് കടന്നു പോണ ഭാഗത്തെങ്കിലും സ്റ്റിക്കർ മാറ്റിയിരിക്കണം. എന്നിട്ട് വേണം സിലിക്കോൺ ബീഡ് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ബാക്ക് പാനൽ ഞാൻ ടൈൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിലിക്കോണിൻ്റെ വൃത്തികേടൊന്നും അതിൽ കാണില്ല. അപ്പോൾ ഇങ്ങനെയുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ ബാക്കിൽ ഞാനൊരു ഹോൾ ഇട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഫിൽറ്ററിന്റെ ഇൻലെറ്റ് ആണ്. അപ്പോൾ ആ ഹോൾ എങ്ങനെ ഡ്രിൽ ചെയ്ത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.